ഭാരതത്തിലെ ശിവക്ഷേത്രങ്ങളിൽ അത്യപൂർവമായ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ചുനക്കര തിരുവൈരൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ കാലഗണന നിർണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 1500 വർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് 5000-ലധികം വർഷം ഈ ക്ഷേത്രത്തിന് പഴക്കം ഉണ്ട് എന്നാണ്. ഭാരതത്തിൽ സ്വയംഭൂവായ ശിവക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ശിവനും ഭൂതഗണങ്ങളും, അതായത് ഉപദേവതാകളുമൊക്കെ സ്വയംഭൂവായ ഒരേ ഒരു ക്ഷേത്രം മാത്രമേ ഭാരതത്തിലുള്ളൂ. അതാണ് ചുനക്കര തിരുവൈരൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. കൈലാസത്തിൽ എത്തി നിൽക്കുന്ന പ്രതീതി മഹാദേവനിൽ നിന്ന് അപൂർവമായിട്ടുള്ള കടാക്ഷം ഏതൊരു ഭക്തനും ലഭിക്കുന്ന ക്ഷേത്രമാണിത്. മഹാദേവനെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അഭിഷ്ടമായിട്ടുള്ള ഏത് കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയും എന്ന് ഈ ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ഭക്തന്മാരുടെ സാക്ഷ്യമുണ്ട്. സമചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ ഭാരതത്തിൽ തന്നെ അത്യപൂർവമാണ്. ഏതാണ്ട് 2 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ സ്വയംഭൂവായ ശില പൂർണ്ണമായി കൊടുകൊള്ളുകയാണ്. രാവിലെ ശ്രീകോവിൽ തുറക്കുമ്പോൾ ആ ശില ദർശിക്കുന്നത് തന്നെ മഹാപുണ്യമാണ്. പ്രത്യേക തരത്തിലുള്ള ഒരു ശിലയാണ്. ഈ ശിലയിൽ നിന്ന് തന്നെ ഒറ്റ ശിലയായിട്ടാണ് ഈ ഭൂതഗണങ്ങൾ, അതായത് ഉപദേവതകൾ എല്ലാം ഉള്ളത്. അത് ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ ഉയർന്നു നിൽക്കുന്നു. ആ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ഓരോ ഉപദേവതകൾ, അതായത് ശിവൻ്റെ ഭൂതഗണങ്ങൾ ഉണ്ടായി ഇരിക്കുകയാണ്. ഏറ്റവും വലിയ അത്ഭുതം, ഇത്രയധികം കൊത്തുപണി ശ്രീകോവിലുള്ള ഒരു ക്ഷേത്രം ഭാരതത്തിലില്ല. ഏതാണ്ട് 10 സെൻറ്റിമീറ്റർ വരത്തക്ക വീതിയിൽ തടിയിൽ തീർത്തിരിക്കുന്ന അനേകം ശില്പങ്ങളുടെ സമുച്ചയം ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനെ കൂടുതൽ ചാരുതയാക്കുന്നു. അത് നിർമ്മിച്ച ശില്പികളുടെ ആ വൈദഗ്ധ്യം കാലത്തിനു മായ്ക്കാൻ കഴിയാത്ത രീതിയിൽ നിലകൊള്ളുകയാണ്. തടിയിലാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. മഹാഭാരതം, രാമായണം, ഹൈന്ദവ പുരാണത്തിലെ പല അധ്യായങ്ങൾ ഒക്കെ തന്നെ വളരെ ചാരുതയാർന്ന രീതിയിൽ, വളരെ മിഴവാർന്ന രീതിയിൽ അവിടെ കൊത്തിവെച്ചിരിക്കുന്നു. അത്യപൂർവമായ ഒരു ദർശന സൗഭാഗ്യം അരുളുന്ന ഭാരതത്തിലെ സർവം സ്വയംഭൂവായിട്ടുള്ള ഏക ശിവക്ഷേത്രമാണ് ശ്രീ മഹാദേവ ക്ഷേത്രം ചുനക്കര. ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമല്ല, കരയിലെ ഹൈന്ദവരുടെ മുഴുവൻ കൂട്ടായ്മയിൽ ഉടലെടുത്തിട്ടുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ശിവനോട് മനമുരുകി തങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ എല്ലാം തരുന്ന മഹാദേവൻ ദേശത്തിൻ്റെ ദേവനായി ചുനക്കരയിൽ കുടികൊള്ളുന്നു. ജാതി നാനാ മതസ്ഥർ, ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ഈ ക്ഷേത്രത്തെപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അവയൊന്നും ഇവിടെ കുറിക്കുന്നില്ല. എല്ലാം സ്വയംഭൂവായ ഏകശിലയിൽ നിന്ന് ശിവനും ഭൂതഗണങ്ങളും ഉപദേവതകളും ഒക്കെ തന്നെ പരിലസിക്കുന്ന ഭാരതത്തിലെ അത്യപൂർവമായ ക്ഷേത്രം ചുനക്കര തിരുവൈരൂർ ശ്രീ മഹാദേവ ക്ഷേത്രം.